പൊതുപ്രവർത്തകൻ VM വാസൻ കൂടെ ചേരുന്നുണ്ട്. സർ, നിലവിലെ ഒരു സാഹചര്യം, ഒരു ദളിത് സ്ത്രീയാണ്, പ്രത്യേകിച്ച് അവർ നീതിക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ അടക്കം മുന്നിൽ പരാതിയുമായി ചെല്ലുന്നു. അവിടെയും ലഭിച്ചത് അവഗണന മാത്രമാണ്. മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്തയായ ശേഷമാണ് ഇപ്പോൾ ആ SIക്കെതിരെ ഒരു നടപടി തന്നെ ഉണ്ടായത്. അവരുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് അറിഞ്ഞിട്ടും അവരെ പേടിപ്പിച്ച് ഓടിക്കാനായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്ന് വരെ ഉണ്ടായ ശ്രമം ഉണ്ടായത്. ഒരു ദളിതായിട്ടുള്ള ഒരു സ്ത്രീക്കെതിരെ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് നീതിപീഠം ഒക്കെ തന്നെ ആദ്യമേ കണ്ണടച്ചത്? ഹലോ ഹലോ സർ, കേൾക്കാമോ? സർ, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് നടക്കുന്നത്. ദിവസങ്ങളായി ഇങ്ങനെ ഒരു ദളിത് സ്ത്രീക്കെതിരെ ഇങ്ങനെ ഒരു പോലീസിന്റെ ഭാഗത്തു നിന്ന് വളരെ അപമര്യാദയായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായത്. അവർ അതിൽ പരാതി നൽകുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ അടുക്ക് പരാതി നൽകുമ്പോൾ പോലും അവിടെയും ലഭിച്ചത് അവഗണന മാത്രമാണ്. മാധ്യമങ്ങളിലൊക്കെ തന്നെ ഒരു വാർത്തയായപ്പോഴാണ് ഇപ്പോൾ അവർക്ക് നീതി ലഭിച്ചത്. SIക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. എത്ര ഗുരുതരമാണ് അതും, ഒരു പ്രത്യേകിച്ച് ദളിത് മാത്രമല്ല ഒരു സ്ത്രീയും കൂടെയാണ് അവർ. ഇതില് അവര് നേരിട്ട നിഷേധം അല്ലെങ്കിൽ പീഡനം എന്ന് പറയുന്നത് സമാനതകളില്ലാത്ത വളരെ ക്രൂരമായ ഒരു നടപടിയാണ്. പ്രത്യേകിച്ചും വളരെ സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ, ഒപ്പം തന്നെ സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും എല്ലാം വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സ്ത്രീ, അവരെ എന്താ പറയാ, കേവലം ഒരു ആരോപണത്തിന്റെ പേരിൽ സ്റ്റേഷൻ വിളിച്ചു വരുത്തുന്നു. സ്റ്റേഷൻ വിളിച്ചു വരുത്തി ഉടനെ തന്നെ അവരെ കസ്റ്റഡി എടുക്കുന്നു, രാത്രി മുഴുവൻ സെല്ലിലിടുന്നു. ഒപ്പം തന്നെ വെള്ളം ചോദിക്കുമ്പോൾ കക്കൂസ് ബാത്റൂമിൽ പോയി വെള്ളം എടുത്ത് കുടിക്കാൻ പറയുന്നു. അതെല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ 24-ാം തീയതി വൈകിട്ട് 4 മണിക്ക് അവരെ കസ്റ്റഡി എടുക്കുന്നു. 24-ാം തീയതി രാവിലെ ഒരു 8 മണിയോട് കൂടി ഈ പറയുന്ന ഈ പരാതിക്കാരായ ഓമന ഡാനിയിലും മറ്റേ ഈ നിഷയോട് കൂടി സ്റ്റേഷനിൽ പെട്ടെന്ന് സർക്കാരിന്റെ മുകളിൽ ചെല്ലുന്നു. ഇവരെ വിളിപ്പിച്ചിട്ട് ഈ ഓമന അവരോട് പറയാണ്, ഞങ്ങൾക്ക് പരാതി ഒന്നുമില്ല, നിന്റെ മക്കളെ ഓർത്ത് ഞങ്ങൾ പരാതി പിൻവലിക്കുകയാണ്, നിനക്ക് പോകാമെന്ന്. പോലീസ് ഇവരോട് പറയുന്നു, ഇവർക്ക് പരാതി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ പൊക്കോളാൻ. അപ്പൊ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വേറൊരു പോലീസുകാരൻ, ഞാൻ നടക്കുന്നതാണ്, വേറൊരു പോലീസുകാരനോട് പറയുന്നു FIR ഇട്ടിട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ 2 ദിവസം കൂടെ കിടക്കേണ്ടി വന്നേക്കാമെന്ന്. ഇതെല്ലാം മറികടന്ന് ഈ പറയുന്ന ഇവര് പുറത്തേക്ക് എത്തുമ്പോൾ ഭർത്താവിൽ നിന്നാണ് വിവരം അറിയുന്നത്. ഒന്ന് ആലോചിക്കുക, എന്ത് ക്രൂരമാണിത്. ഇവിടെ എന്താ പറയാ, സാധാരണക്കാരന് നീതി ലഭ്യമാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ പ്രാഥമിക ഉത്തരവാദിത്വം എന്ന് പറയുന്നത് തന്നെ ഒരു പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുകയാണെന്നാണ്. ഇവിടെ ഇപ്പൊ ഞാൻ അറിയുന്നത് SI പ്രസാദിന് കേവലം ഒരു സസ്പെൻഷൻ കൊടുത്തെന്ന് മാത്രമാണ്. സസ്പെൻഷൻ എന്നൊക്കെ പറയുന്ന അവരുടെ വിശ്രമകാലമാണ്, 75% ശമ്പളം കിട്ടും. ഇവിടെ ചെയ്യേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്ന് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന മുഴുവൻ പോലീസുകാർക്കെതിരെയും അന്വേഷണ വിധേയമായി നടപടിയെടുത്ത് അവരെ സസ്പെൻഡ് ചെയ്ത് അവർക്കൊരു അട്രോസിറ്റി അടക്കം ചുമത്തി അവർക്കെതിരെ കേസെടുക്കുകയാണ് വേണ്ടത്. അവരെ സർവീസ് തുടരാൻ അനുവദിക്കുന്നത്. ഇവിടെ സാധാരണക്കാരനെ സംബന്ധിച്ച് ആദ്യത്തെയും അവസാനത്തെയും ആശാകേന്ദ്രം എന്ന് പറയുന്നത് ലോക്കൽ സ്റ്റേഷനുകളാണ്. ഇത്തരം ലോക്കൽ സ്റ്റേഷനിലെ ചില ഒറ്റപ്പെട്ട പോലീസുകാരുടെ ഇത്തരത്തിലുള്ള ക്രൂര നടപടികളാണ് സാധാരണക്കാരൻ നിഷേധിക്കുന്നതും പോലീസ് സേനയ്ക്ക് അപമാനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പോലീസുകാർക്കെതിരെ കൃത്യമായ നടപടി എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ നന്ദിയുണ്ട് സർ പ്രതികരിച്ചത്.